എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ചിക്കൻ കറി എല്ലാവരും വെക്കുന്നതായിരിക്കാം, പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒന്നും വഴറ്റിയെടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണമാക്കി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. നിങ്ങൾക്ക് ഏതായാലും ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയുടെ ഫുള്ളും തേങ്ങാപ്പീര എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും രണ്ടും കൂടി ചേർത്ത് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ 1-ാം പാലിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അരിച്ച് 1-ാം പാലെടുത്തു. പിന്നെ അതേ തേങ്ങയുടെ പിച്ചർ വെച്ചിട്ട് ഒരു 2 കപ്പ് വെള്ളം വീണ്ടും മിക്സിയിൽ ചേർത്തിട്ട് അരിച്ച് 2-ാം പാലും എടുത്തു. അപ്പോൾ 1-ാം പാലും 2-ാം പാലും കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഒരു 2.25 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു തേങ്ങാപ്പാലിലാണ് നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചിരകി പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ പൊടി നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അത് ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി 2.25 കപ്പ് വെള്ളത്തിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അങ്ങനെയായാലും ചെയ്തെടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ ചിലപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ കറി വെക്കാൻ എടുക്കുന്ന ആ പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 2 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അതേപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്ത് ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി ചേർക്കണം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയിലും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതൊരു മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മൾ ചേർത്ത ഈ തേങ്ങാപ്പാലുണ്ടല്ലോ, അതും ഈ മസാലപ്പൊടികളും എല്ലാവരും കൂടി ചേർന്നിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം. അപ്പോൾ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇളക്കിയിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ നന്നായിട്ട് വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ വേകാനെടുക്കുന്ന സമയം അത്രയും വേണ്ടൂ നമുക്ക്. നാടൻ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും ഇത് റെഡിയായി വരാനായിട്ട്. അതേപോലെ നാടൻ ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഒരു 1.5 കപ്പൊക്കെ വെള്ളം എക്സ്ട്രാ ചേർക്കേണ്ടി വരും കേട്ടോ. കാരണം നാടൻ ചിക്കന് കുറച്ച് വേവ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് നോക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരണം. നമ്മളിപ്പോൾ ചേർത്ത ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വറ്റി ഇത് നല്ലൊരു കളറായിട്ട് വരും. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ റെഡിയാകാൻ വെച്ചിട്ട് ഇപ്പോൾ കുറച്ചധികം സമയമായിട്ടുണ്ട്. ഒരു 35-40 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ
നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വറ്റിയതായി ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്. നമ്മൾ ഇനിയും വറ്റിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ അങ്ങോട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ എടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ഗ്രേവി ടൈപ്പായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറായിരിക്കും ഈ മല്ലിയില ചേർക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം ഇതിൽ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കിത് എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരും, നല്ല റെഡിഷ് കളറായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. പിന്നെ തേങ്ങാപ്പാൽ എടുക്കണം, അത് മാത്രമേ ഉള്ളൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോറിൻ്റെയോ പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെ എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്